ആറംഗ സംഘത്തെ പോലീസ് പിടികൂടി. 19നും 22നും ഇടയിൽ പ്രായമുള്ളവരാണ് പോലീസിന്റെ പിടിയിലായത്. ക്ഷേത്രങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തി വിലസി നടന്ന ആറംഗ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. കൊപ്പം, കരിങ്ങനാട് ക്ഷേത്രങ്ങളിൽ പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവർ മോഷ്ടിച്ചിരുന്നു. തൃത്താല, പട്ടിത്തറ മേഖലകളിലും പലയിടങ്ങളിലായി ഇവർ മോഷണം നടത്തിയിട്ടുണ്ട്. വിളത്തൂർ, ചെമ്പ്രയിലും മോഷണം നടത്തിയിരുന്നു. മോഷ്ടിച്ച വസ്തുക്കൾ കഴിഞ്ഞ ദിവസം തൃത്താലയിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്ന ഇടയിലാണ് ഇവർ പോലീസിന്റെ പിടിയിലാവുന്നത്. കടയുടമയ്ക്ക് തോന്നിയ സംശയമാണ് ഇവരെ പിടികൂടാൻ ഇടയാക്കിയത്. ഇതിൽ 3 പേരെയാണ് ആദ്യം പിടികൂടിയത്. പിന്നീട് മറ്റു 3 പേരെ കൂടി വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് ചെയ്തത്. തൃത്താല പോലീസിന്റെ സഹകരണത്തോടെയാണ് കൊപ്പം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പട്ടിത്തറ തലക്കശ്ശേരി സ്വദേശി നവദത്ത്, പട്ടിത്തറ ആലൂർ സ്വദേശി ആദിത്യൻ, കരിങ്ങനാട് വിളയൂർ സ്വദേശി വൈഷ്ണവ്, പട്ടിത്തറ ആലൂർ സ്വദേശി മുഹമ്മദ് ഷിബിൽ, പട്ടിത്തറ ആലൂർ സ്വദേശി അശ്വിൻ, പട്ടിത്തറ തൃത്താല ആരോട് സ്വദേശി ശ്രീഹരി 19 വയസ്സ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 19നും 22നും ഇടയിൽ പ്രായമുള്ള ആളുകളാണ് ഇവർ 6 പേരും. ഇവർ ഒരുമിച്ച് പഠിച്ചവരും ഫ്രണ്ട്സുമാണെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ മറ്റു കേസിൽ പ്രതിയായിട്ടുണ്ട് എന്നത് പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രതികളെ വൈകുന്നേരത്തോടെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. നിരവധി മോഷണ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളെ തൃത്താല പോലീസിൻ്റെയും കൊപ്പം പോലീസിൻ്റെയും സഹായത്തിൽ പിടിച്ചിട്ടുണ്ട്. അവർ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളിലും ചില വീടുകളിൽ നിന്ന് അടയ്ക്കാമോഷണവും എല്ലാം നടത്തിയിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എല്ലാവരും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അവരുടെ കൂടുതൽ വിശദ വിവരങ്ങൾ അന്വേഷിച്ച് വരുന്നു. കരിങ്ങനാട് കൊപ്പം വിളയൂർ കരിങ്ങനാടുള്ള കരുപ്പമണ്ണ ക്ഷേത്രത്തിലെ ഓട്ടുരുളികളും മറ്റു പാത്രങ്ങളൊക്കെ എടുത്തതായിട്ട് അവർ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ചെമ്പ്ര ഭാഗങ്ങളിലെ ചില വീടുകളിൽ നിന്ന് അടയ്ക്കാമോഷണം നടത്തി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ട് വിൽപ്പന നടത്തിയിട്ടുള്ളതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ചെമ്പ്രയിലെ ഒരു വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് ഈ പാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളൊക്കെ മോഷണം നടത്തി വിറ്റതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്.